ഹലോ ആൻഡ് വെൽക്കം ടു മോഹൻലാൽ ടേസ്റ്റ് ഓഫ് കേരള. നമ്മളിത് എത്തിയിരിക്കുന്നത് ഏരിയലിന്റെ വീട്ടിലാണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിന്റെ പ്രത്യേകത എന്താണ് നമ്മളെ? നമ്മൾ ഇന്ന് മഫിൻസ് ആൻഡ് ചാട്സും ആണ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ നിൽക്കുന്ന എവിടെയെന്നും കൂടി പറയാം. നമ്മൾ നിൽക്കുന്ന സ്ഥലത്തിന്റെ പേരാണ് വെട്ടിക്കോണം അല്ലേ? വെട്ടിക്കോണം എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര്. ട്രിവാൻഡ്രത്താണ്. എന്തായാലും നമുക്ക് അകത്ത് പോയിട്ട് മഫിൻസ് ആൻഡ് ടാർട്സ്, നല്ല പലഹാരങ്ങൾ, ബേക്കറി ഐറ്റംസ് ആൻഡ് ഏരിയലിനെ കുറിച്ച് എനിക്ക് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. ഞങ്ങൾ തമ്മിലൊരു ഭയങ്കര ബന്ധമുണ്ട്. ഇതൊക്കെ എന്താണെന്ന് അറിയണമെങ്കിൽ വെയിറ്റ് ആൻഡ് വാച്ച് ഇന്നത്തെ എപ്പിസോഡ് ഓഫ് മോഹൻലാൽ ടേസ്റ്റ് ഓഫ് കേരള. അപ്പോൾ ഇതാണ് ഏരിയലിൻ്റെ അടുക്കള. നമ്മൾ ഇന്ന് ആദ്യമായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് മഫിൻസ് ആണ്. മഫിൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ബ്രെഡ് പോലെയാണ്. കപ്പ് കേക്കിന്റെ ഷേപ്പ് മാതിരി തന്നെ ഇരിക്കും. അതെ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണം നോക്കാം. ഓക്കെ, നമ്മളിപ്പോൾ ആദ്യം പലതരം മഫിൻസ് ആണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അതായത് നമ്മളൊരു 4 types ഓഫ് മഫിൻസ് ഉണ്ടാക്കുന്നത്. അതെ. അതിൽ ആദ്യത്തെ ടൈപ്പ് എന്താണ്? നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഈ ക്യാരറ്റിൻ്റെയും ജീരകത്തിൻ്റെയും കൂടെ ഒരുമിച്ചുള്ള ഒരു മഫിനാണ്. ക്യാരറ്റും ജീരകവും ചേർന്നിട്ടുള്ള മഫിനാണ് ആദ്യം ഉണ്ടാക്കുന്നത്. ഓക്കെ, അതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. ഓക്കെ, ആദ്യം നമ്മൾ ചേർക്കാൻ പോകുന്നത് ആട്ടയാണ്. കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ടുള്ള ഒരു മഫിൻ ആകുമ്പം പിള്ളേർക്കൊക്കെ നല്ലതാണ്. ക്യാരറ്റിന്റെ കൂടെ നമ്മൾ ആട്ടയായിട്ട് ബേസ്. പിന്നെ ജീരകവും നല്ലതാണ്. പിന്നല്ലാതെ അപ്പൊ ഇനി നമ്മളുടെ അളവുകൾ പറഞ്ഞു തുടങ്ങാം. അപ്പൊ ആട്ട 1.25 കപ്പ്. പിന്നെ നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് ബേക്കിംഗ് പൗഡർ ആണ്. ഡബിൾ ആക്ടിങ് ബേക്കിംഗ് പൗഡർ. കുറച്ചുകൂടെ സ്ട്രോങ് ആണ് സാധാരണ ബേക്കിംഗ് പൗഡറിനേക്കാളും. എന്നിട്ട് അത് എത്ര സ്പൂണാ? നമ്മൾ 1 ടീസ്പൂൺ. ഓക്കെ, കൂൾ. ഇനി അടുത്ത എന്താണ്? അടുത്തത് നമ്മൾ ചേർക്കാൻ പോകുന്നത് ജീരകമാണ്. ജീരകം കഴിഞ്ഞിട്ട് ഉപ്പ്. ഒരു ഇച്ചിരി ഉപ്പ് ചേർക്കണം. സ്വല്പം ഉപ്പ്, ജസ്റ്റ് ടേസ്റ്റിന് മാത്രം. ഇത്രേ ഉള്ളൂ? കഴിഞ്ഞു? ഇല്ല, ഇനിയുണ്ട്. പിന്നെ ഒരു മുട്ട ചേർക്കണം. ഒരു മുട്ട. പിന്നെ നമ്മൾ ലിക്വിഡ് കോമ്പണന്റ് ആയിട്ട് ചേർക്കാൻ പോകുന്നത് തൈരാണ്. തൈര് നമ്മൾ മഫിനിൽ യൂസ് ചെയ്യോ? അതെ. അത് കൊള്ളാലോ, ഞാനിത് ഇപ്പോഴാണ് അറിയുന്നത്. നമ്മൾ തൈര് അല്ലെങ്കിൽ പാലും യൂസ് ചെയ്യും. പക്ഷെ എനിക്ക് തൈര് കൂടുതലാണ് ഇഷ്ടം. കുറച്ചുകൂടെ ഒരു മോയിസ്റ്റ് ടെക്സ്ചർ ഉണ്ട്, ഒരു നനവുണ്ട് അതിന്. ഓക്കെ, ആദ്യം നമ്മളൊരു ബോൾ എടുക്കാം. ഈ സൈസ് ബോൾ എടുക്കുക വീട്ടിലുണ്ടെങ്കിൽ. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഒരു 1/4 കപ്പ് വെജിറ്റബിൾ ഓയിൽ ഒഴിക്കണം. 1/4 കപ്പ്. ഓക്കെ, അത് അതിലൊഴിച്ച് കഴിഞ്ഞിട്ട് ഒരു 1/4 കപ്പ് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു. ഓക്കെ, നമ്മൾ ഇനി ഒരു മുട്ട അതിലേക്ക് ചേർക്കും. ഒരു മുട്ട. ഓക്കെ, ഒരു മുട്ട. എന്നിട്ട് നമ്മൾ ഈ വിസ്ക് യൂസ് ചെയ്ത് വിസ്ക് നമ്മൾ സാധാരണ ലാംഗ്വേജിൽ എഗ് ബീറ്റർ എന്നും വിളിക്കും. വിസ്ക് യൂസ് ചെയ്ത് നമ്മളിത് ബീറ്റ് ചെയ്യുന്നു. നന്നായി ബീറ്റായി. ഇതിലിപ്പോ നമ്മൾ ഒഴിച്ചിരിക്കുന്ന 1/4 കപ്പ് വെജിറ്റബിൾ ഓയിൽ, ഒരു മുട്ട, ഇത് രണ്ടും നന്നായിട്ട് ബീറ്റ് ചെയ്തു. ഇനി എന്താണ് ഇടുന്നത്? ഇനി നമ്മൾ പഞ്ചസാരയാണ് ചേർക്കാൻ പോകുന്നത്. പറയാൻ വിട്ടുപോയി, ഒരു പഞ്ചസാര ഉണ്ട്. പഞ്ചസാര എത്ര? 1/2 കപ്പ് പഞ്ചസാര. ഓക്കെ, പഞ്ചസാര ഇട്ടു. നന്നായിട്ടത് ബീറ്റ് ചെയ്യാണ്. അപ്പൊ നമ്മൾ ഇനി പഞ്ചസാര ഇട്ടു, മിക്സ് ചെയ്തു. ഇനി എന്താണ്? ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് തൈരാണ്. ഓക്കെ, കേർഡ് ഇതിലേക്കാണ് ചേർക്കുന്നത് അല്ലേ? അതെ. അടുത്തത് നമ്മൾ ആട്ടയാണ് ചേർക്കാൻ പോകുന്നത്. ആട്ട എത്രയാണ്? നമ്മൾ 1/4 കപ്പ്. അത് കുറച്ച് കൂടുതലാണ്. അളവിൽ വരുമ്പോൾ കുറച്ച് കൂടുതലായിട്ട് ആട്ട ചേർക്കുന്നു. അതെ. ഓക്കെ, അപ്പം നമുക്ക് ആട്ട ചേർക്കാം. 1/4 കപ്പ് ആട്ടയാണ് നമ്മൾ ഇടുന്നത്. ഓക്കെ, ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ. ഒരു മിനിറ്റ്, ബേക്കിംഗ് പൗഡർ ഉപ്പും രണ്ടും ഇട്ടിട്ട് മിക്സ് ചെയ്യണം അല്ലേ? ഇനി നമ്മൾ ഉപ്പ് ചേർക്കാൻ പോകുകയാണ്. ഒരു ശകലം ഉപ്പ്.
ബേക്കിംഗ് പൗഡർ 1 സ്പൂൺ, ഉപ്പ് കുറച്ച്, ഒരു നുള്ളു, പിന്നെ ജീരകം. പിന്നെ നമുക്ക് കുറച്ച് ജീരകം ചേർക്കാം. ജീരകം വളരെ കുറവാണ്, ഒരു ഇത്തിരി. പിന്നെ നമ്മുടെ ക്യാരറ്റ്. ക്യാരറ്റ് എത്രയാണ് നമ്മൾ ഒരു 2 ടീസ്പൂൺസ് ഇതേപോലെ തന്നെ ഒരു ഏകദേശം ഒരു 20 ഗ്രാംസോളം വരും. കൂടരുത് ഇല്ല, നമുക്ക് ജസ്റ്റ് ആ കളറും ആ ടെക്സ്ചറും വരാൻ മാത്രമായിട്ട് നമ്മൾ ക്യാരറ്റ് ആഡ് ചെയ്യും. മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇങ്ങനെ മിക്സ് ചെയ്താൽ ചിലപ്പം വന്നില്ലായിരിക്കും. അപ്പം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മാത്രം മതി. ഓക്കെ, മൾട്ടിപർപ്പസ് വിസ്കാണ്. ഇതിപ്പോൾ നമ്മൾ സ്പൂണായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതെ. അപ്പം നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന പോലെ ഫുൾ മിക്സ് ആവരുത്, ജസ്റ്റ് ഒരു ഡോ പോലെ ആയാൽ മാത്രം മതി. ഒരു മാവ് പോലെ. ഇനിയുള്ളത് നമ്മൾ കപ്പ് കേക്ക് ലൈനേഴ്സ് എന്ന് പറയും. ഇത് കടയിൽ വാങ്ങിക്കാൻ കിട്ടും അല്ലേ? അതെ. ഇത് ഓരോന്നായിട്ട് എടുക്കുക. അതെ. എന്നിട്ട് നമ്മൾ ഈ കപ്പ് കേക്ക് ട്രേയിലേക്ക് ഓരോന്നോരോന്നായി വയ്ക്കും. ഓക്കെ. അപ്പൊ നമ്മൾ അവൻ ഓൺ ചെയ്യാൻ പോവാണ്. അതെ. ഒരു 200 ഡിഗ്രി സെന്റിഗ്രേഡിൽ സെറ്റ് ചെയ്തിട്ട് നമ്മൾ ഒരു 5 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്യും. ഓക്കെ. ഇത് എത്ര നേരം ഇതിൻ്റെ അകത്ത് ഇങ്ങനെ വെക്കണം? 200-ൽ നമ്മൾ പ്രീ ഹീറ്റ് ചെയ്യും. പ്രീ ഹീറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ മാവ് ഉണ്ടാക്കുന്ന നേരത്തിൽ അവൻ ചൂടാവും. അത് കഴിഞ്ഞിട്ട് നമ്മൾ 180 ഡിഗ്രീസിലേക്ക് കുറയ്ക്കും. വെച്ചതിന് ശേഷം 180 ആകും. വെക്കുന്നതിന് മുമ്പ് ഒരു 10 മിനിറ്റ് 200-ൽ വെച്ചിട്ടുണ്ടാവണം. വെച്ചതിന് ശേഷം 180-ലേക്ക് താഴ്ത്തിയിട്ട് വേണം വിട്ടേക്കാൻ. അത് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഈ മാവ് ഓരോ കപ്പിലേക്ക് ഫില്ല് ചെയ്യാം. അപ്പൊ ഇതിപ്പോ നമ്മൾ ഓൺ ചെയ്ത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ബുദ്ധിയുള്ളവര് സമയം ലാഭിക്കാനായിട്ട് അതെ ആദ്യം ഓൺ ചെയ്തിട്ട് നമ്മൾ ഇതിലേക്ക് ആക്കിക്കോളൂ. ആദ്യം നമ്മൾ ഒരു ഐസ്ക്രീം സ്കൂപ്പിൽ നമുക്ക് മാവ് എടുക്കാം. ഐസ്ക്രീം സ്കൂപ്പ് ഇല്ലാത്തൊരു സ്പൂണും യൂസ് ചെയ്താലും മതി. അതെ. ഇത് ഞങ്ങൾ ചുമ്മാ ഇച്ചിരി എളുപ്പമാണ് ഐസ്ക്രീം സ്കൂപ്പ് യൂസ് ചെയ്താൽ. നമ്മളൊരു 3/4 ഫില്ല് ചെയ്യും. നിറച്ച് കഴിഞ്ഞിട്ട് ഇല്ല അങ്ങനെ ഒന്നും ചെയ്യണ്ട, ജസ്റ്റ് അങ്ങനെ വെച്ചിരുന്നാൽ മതി. ഓക്കെ. അപ്പൊ ഇനി ഞാൻ കാര്യം ചോദിച്ചോട്ടെ, നമ്മളിപ്പോൾ ഇത് ചെയ്ത പോലെയാണോ ഇനി ഈ മാങ്ങ ഇനി നമ്മൾ അടുത്തുണ്ടാക്കാൻ പോകുന്നത്? മാംഗോ വെച്ചിട്ടുള്ള മഫിൻ ആണ്, പിന്നെ ചോക്ലേറ്റ് മഫിൻ ഉണ്ട്, പിന്നെ റേസിൻ വെച്ചിട്ടുള്ള മഫിൻ. ഇത് 4 ഏകദേശം ഇതുപോലെ തന്നെയാണോ? ഏകദേശം ഇതുപോലെ തന്നെയാണ്. ഓൺലി ഡിഫറൻസസ് നമ്മൾ ക്യാരറ്റിന് പകരം അതൊക്കെ ഇടുന്നു. അതെ. ജീരകത്തിന് പകരം. ഇതിലെല്ലാം നമ്മൾ മൈദ യൂസ് ചെയ്തായിരിക്കും ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിൽ ആട്ടയും ഇതിൽ മൈദയും. എന്തായാലും നമുക്ക് അത് നോക്കാം. വളരെ സിമ്പിൾ ആണ്, പെട്ടെന്ന് പെട്ടെന്ന് തീരും. ഇത് കുറച്ച് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് നിങ്ങളിത് എലാബറേറ്റ് ആയിട്ട് കാണിച്ചാൽ. അപ്പൊ ഇത് അവനിലേക്ക് വെക്കാമല്ലോ. ടെമ്പറേച്ചർ കുറച്ചു. ഇപ്പൊ 180 ആക്കി. ഇപ്പൊ നമ്മൾ 200-ൽ വെച്ച് ഒരു 10 മിനിറ്റ്സ് ഹീറ്റ് ചെയ്തു, 180-ലാക്കി അകത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു ടൈമർ ഒരു 25 മിനിറ്റ്സിലേക്ക് സെറ്റ് ചെയ്യും. അപ്പൊ ഇനി 25 മിനിറ്റ് 180 ഡിഗ്രി സെൽഷ്യസിൽ കിടന്ന് ഇതൊന്ന് വേവണം. നമ്മളുടെ ബ്രേക്ക് ഒക്കെ കഴിഞ്ഞു. നമ്മളുടെ ആ മഫിൻ ഇങ്ങനെ ബേക്കായി ഓൾമോസ്റ്റ് 25 മിനിറ്റ്സ് നമ്മൾ വെച്ച് കഴിഞ്ഞു. ഓക്കെ. 180 അതായത് 180 ഡിഗ്രി സെൽഷ്യസിലാണ് നമ്മൾ ടെമ്പറേച്ചർ ഇപ്പൊ വെച്ചിരിക്കുന്നത്. മഫിൻ എന്തായാലും നോക്കാം. ക്യാരറ്റ് മഫിൻ. ഹായ്, ലുക്ക് ഉണ്ടല്ലോ. കറക്റ്റ് അല്ലേ? കറക്റ്റ് ആയിട്ടായി. ഇപ്പൊ നമ്മൾ ഉണ്ടാക്കുമ്പോൾ മുകളിൽ കുറച്ച് മൊരിഞ്ഞിരിക്കണം, അകത്ത് സോഫ്റ്റ് ആയിരിക്കും. ഇതിപ്പോ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്, ബിക്കോസ് ഇറ്റ്സ് റിയലി ഹോട്ട്. അപ്പൊ നമ്മൾ ഇതിന് കണ്ടില്ലേ, ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ടാണ് നമ്മൾക്ക്. അപ്പൊ നമ്മൾ ഇനി ഇത് മാറ്റി വെക്കുന്നു, ബാക്കി വേഗം ഉണ്ടാക്കുന്നു. നമ്മൾ ഇനി മാംഗോ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. മാംഗോ. അതെ. അപ്പൊ അതിനാവശ്യമുള്ള സാധനങ്ങൾ ഇപ്പൊ നമ്മൾ ആട്ടയാണ് ഇതിനിപ്പോ നേരത്തെ യൂസ് ചെയ്തത്. ഇനി നമ്മൾ ഉണ്ടാക്കുന്നത് മൈദ യൂസ് ചെയ്തിട്ടാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ ആദ്യം നേരത്തെ പോലെ ബോൾ എടുക്കുന്നു. നമ്മൾ 1/4 കപ്പ് എണ്ണ ഒഴിക്കുന്നു. വെജിറ്റബിൾ ഓയിൽ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ. ഓക്കെ. വെജിറ്റബിൾ ഓയിൽ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യുന്നു. ഓക്കെ. അതിലോട്ട് നമ്മൾ ഒരു മുട്ട പൊട്ടിച്ചിടുന്നു. എന്നിട്ട് ബീറ്റ് ചെയ്യുന്നു അല്ലേ? അതെ. ഇനി നമ്മൾ പഞ്ചസാര 1/2 കപ്പ് ചേർക്കുന്നു. ഓക്കെ. അടുത്തത് നമ്മൾ ഇനിയും തൈരും കൂടെ ചേർക്കുന്നു.
1.25 കപ്പ് മൈദ. 1.25 കപ്പ് മൈദ. നേരത്തെ നമ്മൾ 1.25 കപ്പ് ആട്ടയായിരുന്നു ചേർത്തത്. ഇതിൽ 1.25 കപ്പ് മൈദ. ഇപ്പോൾ 1 കപ്പായി. മിക്സ് ചെയ്ത് സാറ 1 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പൊ ഞാൻ ഒന്നും ചെയ്തല്ലേ? ഇല്ല, ഇനി ബാക്കിയുള്ളതെല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ 1.25 കപ്പ്. ഓക്കെ, അപ്പൊ മൈദ 1.25 കപ്പ് ഇട്ടു. ഇനി ഇപ്പം 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. ഓക്കെ, ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ ഇട്ടു. അതെ, ഒരു ശകലം ഉപ്പ്. ഓക്കെ, ഇനിയാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് മാംഗോ പ്യൂറേ ആണ്. ഓക്കെ, അത് നമ്മൾ ഇതിലേക്ക് ഇടുന്നു. എത്ര സ്പൂൺ ആണ്? നമ്മളൊരു 3-4 സ്പൂൺ. എത്ര മാംഗോ ഫ്ലേവർ വേണോ അത്രയും നമ്മൾ കൂടുതൽ ആഡ് ചെയ്താൽ മാത്രം മതി. നേരത്തെ പോലെ നമ്മൾ ഇവിടെ വെച്ചിട്ട് ഈ കപ്പ് കേക്ക് ലൈനേഴ്സ് അതിലേക്ക് നമ്മൾ പ്ലേസ് ചെയ്യുന്നു. നമ്മളിനി എടുക്കാൻ പോവാണ് മാംഗോ മഫിൻ. അപ്പൊ എന്തായാലും മഫിനായി. മാംഗോ മഫിൻ്റെ ഒരു നല്ല മഞ്ഞ കളറുണ്ട്. ഒരു സൂപ്പർ സ്മെല്ലാണ് ഇവിടെ. എന്തായാലും ഒന്ന് കൂളായിട്ട് നമുക്കിത് ഷാപ്പിടാം. ഇത് മാറ്റി വയ്ക്കുക. നമുക്കിനി ചോക്ലേറ്റ് മഫിൻ ഉണ്ടാക്കണം. ബോൾ എടുത്തിട്ട് ഇതിലേക്ക് നമ്മൾ ഓയിൽ ഒഴിക്കുക. വെജിറ്റബിൾ ഓയിൽ ഒരു 1/4 കപ്പ്. ഓക്കെ, വെജിറ്റബിൾ ഓയിൽ 1/4 കപ്പ്. പിന്നെ എന്തായിരുന്നു? മുട്ട വരണല്ലേ? ഒരു മുട്ട ഇടുക. ഇനി നമ്മൾ പഞ്ചസാര ഇടുന്നു അല്ലേ? അതെ. പിന്നെ ബേക്കിംഗ് പൗഡർ അല്ലേ? ഇത് ഇനി മിക്സ് ഇല്ല. ഇനി നമ്മൾ മൈദ ഇടുന്നു. മൈദ 1.25 കപ്പ്. അതെ, മൈദ ഇടുന്നു. പിന്നെ നമ്മൾ ബേക്കിംഗ് പൗഡർ ഇട്ടില്ലേ? ഇല്ല, ബേക്കിംഗ് പൗഡർ നമ്മൾ ചേർക്കാൻ പോകുന്നു. ബേക്കിംഗ് പൗഡർ ഒരു ടീസ്പൂൺ. നേരത്തെ ചെയ്ത സെയിം സാധനം 1 ടീസ്പൂൺ ഇടുന്നു. ഓക്കെ, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇതൊക്കെ എപ്പോഴാണ് ഉണ്ടാക്കേണ്ടതെന്ന് അറിയാം. ഉപ്പ് ഒരു 1/2 ഇത്. ചോക്ലേറ്റ് നടുവിൽ വെക്കുകയാണ്. അപ്പൊ അത് അലിഞ്ഞു പോയിക്കോളൂ. ഓ, അതാണ് അപ്പൊ ഉദ്ദേശം. അതെ. അപ്പൊ ഇനി നമുക്ക് അപ്പം അതാണ് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. ഇങ്ങനെ ബോക്സ് ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത്. എന്ത് ചോക്ലേറ്റ് ആണ് പറയണ്ട, ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ചോക്ലേറ്റ് ആണല്ലേ? എന്ത് തരം ചോക്ലേറ്റ് ആയിരിക്കും? നല്ല ചോക്ലേറ്റ് ആണ്. ഇനി നമ്മൾ നേരത്തെ പോലെ ഓൾറെഡി ഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മൈക്രോവേവ് ഓവനിലേക്ക് നമ്മൾ ഇതെടുത്ത് വെക്കുകയാണ്. 200 ഡിഗ്രിയിലാണ് നേരത്തെ ഹീറ്റ് ചെയ്തത്, അതായത് 10 മിനിറ്റ്. പിന്നെ ഇനി നമ്മൾ 180 വെച്ചിട്ട് നമ്മൾ ഹീറ്റ് ചെയ്യാൻ പോകും. റേസിൻ മഫിൻ എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ ബട്ടർ മിൽക്ക് യൂസ് ചെയ്യും അല്ലേ? അതെ, ഇതിൽ നമ്മൾ ബട്ടർ മിൽക്ക് ആണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ അത് തൈരും വെള്ളവും കൂടി ചേർന്നിട്ടാണ്. അടുത്തത് നമ്മൾ മുട്ട. ഇനി നമ്മൾ ഒരു 1/2 കപ്പ് തൈര് എടുക്കുന്നു. മൈദ 1.25 കപ്പ്, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ. അപ്പം നമ്മൾ ബേക്കിംഗ് പൗഡർ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. ഓക്കെ, ഇനി ഒരു കുറച്ച് ഉപ്പ്. പിന്നെ റേസിൻസ്. പിന്നെ നമ്മൾ റേസിൻസ് ആഡ് ചെയ്യണം. ചെറിയ വേരിയേഷനിൽ മോള് 4 എണ്ണം ഉണ്ടാക്കിയല്ലോ. പിന്നല്ലാതെ. ഞാൻ ഒരെണ്ണം കണ്ടുപിടിക്കാൻ പോവാം നാളെ. പിന്നെന്താ?
നേരത്തെ പോലെ നമ്മൾ ലൈനാസ് ഒന്നുകൂടെ ഇടുന്നു. അപ്പൊ റേസിൻ മഫിൻസ് നമ്മൾ എല്ലാം ഒഴിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ ഇത് വെക്കാൻ പോവാണ്. അപ്പൊ നമ്മളുടെ ചോക്ലേറ്റ് മഫിനുമായി. ഇങ്ങനെ ഞാൻ ഇപ്പൊ ഇനി വീട്ടിൽ പോയിട്ട് ഉണ്ടാക്കുവാണെങ്കിൽ എത്ര ദിവസം ഇത് ഇരിക്കും? ഒരു 2 days. 2 days ഫ്രിഡ്ജിൽ വെച്ചാൽ അതിൽ കൂടുതലിരിക്കും. പക്ഷെ നമ്മൾ എല്ലാ പ്രാവശ്യം എടുക്കും മഫിൻസ് നമ്മൾ സാധാരണ ചൂടോടെയാണ് കഴിക്കുന്നത്. ഒരു വാം അരമണിക്കൂർ കഴിഞ്ഞിട്ടുള്ള. അതെ. അപ്പോൾ നമ്മൾ വെക്കുമ്പോൾ മൈക്രോവേവിൽ ഒരു 2 minutes വെച്ചിട്ട് നമുക്ക് എടുത്ത് കഴിക്കാം. അപ്പോൾ എന്തായാലും ഇതിപ്പോൾ ടേസ്റ്റ് ചെയ്യാൻ പറ്റില്ല ചോക്ലേറ്റ് മഫിൻ. മോനെ ഒന്ന് മാറിയിരിക്കും. അപ്പോൾ ഇനി എന്താണ് നമ്മൾ ഫസ്റ്റ് ചെയ്ത ക്യാരറ്റ് മഫിൻ പോരട്ടെ. കമോൺ. അപ്പോൾ നമുക്കിനി ആദ്യം ഇതെല്ലാം തണുത്തിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഗ്ലവ്സിൻ്റെ ആവശ്യം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ ആദ്യമായി ടേസ്റ്റിങ്ങിലേക്ക് കിടക്കുന്നു. ഞാനിങ്ങനെ കഴിക്കാൻ പോവുകയാണ്. പ്രാർത്ഥിച്ചോളൂ, നല്ലത് മാത്രം കേൾക്കണേ എന്ന് പറഞ്ഞിട്ട്. അടിപൊളിയായിട്ടുണ്ട്. ഇങ്ങനെ മെൽറ്റായി പോകുന്നു. പുറമെ ആ ക്രിസ്പി ആയിട്ടുള്ള ഭാഗം കണ്ടോ, ഈ മുരിങ്ങ ഭാഗം സൂപ്പർ. മോളെ ആ ട്രേ എൻ്റെ കാറിലേക്ക് എടുത്ത് വെച്ചോളൂ. അടുത്ത ട്രേ വരട്ടെ. അപ്പൊ ക്യാരറ്റ് ആയി. ഇനി അടുത്ത എന്താണ്? മാംഗോ. അപ്പം മാംഗോ വരട്ടെ. നല്ല സോഫ്റ്റ് ആയിട്ട്. നോക്കൂ, ഇത് നിങ്ങൾ ഫോക്കസ് ചെയ്യും. നോക്കൂ, അമർത്തുമ്പോൾ ഇങ്ങനെ താഴ്ന്നു പോകുന്നു കണ്ട, ഈ തലേണ പോലെ. അപ്പൊ ഇത് ഇനി നമ്മളിങ്ങനെ തുറന്ന്, അയ്യോ ആ സാരമില്ല, എന്തായാലും പൊട്ടേണ്ടതാണല്ലോ. മോളെ ഇതൊക്കെ എന്തോന്ന് പറ്റിയ സാധനം. ഇത് സൂപ്പർ ആയിട്ടുണ്ട് മോളെ. ഇതാണ് എൻ്റെ ഫേവറേറ്റ്. അപ്പൊ ഇത് നമുക്ക് മാറ്റിയിട്ട് ഇതിപ്പോ ഇച്ചിരി കൂളായി. അത് താഴെ വയ്ക്കാനും സമ്മതിക്കില്ല. നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ, അതുകൊണ്ടാണ്. ഒന്നും തോന്നരുത്. അപ്പോൾ ഇതാണ് നമ്മുടെ. നല്ല ചൂടുണ്ട്. പക്ഷേ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ നമ്മുടെ ചോക്ലേറ്റ് ഇങ്ങനെ തുറക്കുമ്പോൾ ആഹാ മെൽറ്റായി ഇരിക്കുന്നുണ്ടല്ലേ. അപ്പം സേറയുടെ ചോക്ലേറ്റ് ഫാന്റസീസ് ഒക്കെ എടാ ഇത് എന്തൊരു രസമാടാ. സൂപ്പർ. അങ്ങനെ ഞങ്ങൾ 3 മഫിൻസ് ഇതുവരെ ടേസ്റ്റ് ചെയ്തു. നമ്മുടെ ക്യാരറ്റ്, പിന്നെ റേസിൻസ് ആയില്ല, മാംഗോ, പിന്നെ ചോക്ലേറ്റ്. ഇത് 3ഉം ഹെവൻലി ആയിരുന്നു, അടിപൊളിയായിരുന്നു. അയ്യടാ സോ സ്വീറ്റ്. എന്തായാലും എനിക്കത് ഭയങ്കര ഇഷ്ടമായി. ഞാനിപ്പം പാക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, തരുമോന്ന് നോക്കാം. അങ്ങനെ നമ്മുടെ റേസിൻസ് നമ്മളെ മാടി വിളിക്കുന്നു. റെഡി ആയില്ലേ? റെഡിയായി. എന്തായാലും അടിപൊളിയായിട്ടുണ്ട് ഈ മഫിൻസ്. ഇവർ വീട്ടിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അമ്മയും മോളുമാണ്. അമ്മേനെ ഞാൻ ഇപ്പം ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഒരുവിധം പറഞ്ഞ് സമ്മതിപ്പിച്ചാണ്. അമ്മേ വരൂ അമ്മേ. അമ്മ ഇല്ലായിരുന്നെങ്കിൽ ഈ കുട്ടി ഇതൊന്നും ചെയ്യത്തില്ലായിരുന്നു. അമ്മയാണ് പാവം. ഞങ്ങൾ ഇത്രയും മുട്ട പൊട്ടിച്ചില്ലേ, അതൊക്കെ ആരാണ് കഴുകി തന്നത്? വരും അമ്മ വരും. മാറ്റി സൂക്ഷിച്ചോ, ചൂടുണ്ട്. ആൻറ്റിയാണ് എല്ലാത്തിനും ഞങ്ങളെ ഹെൽപ്പ് ചെയ്തത്. ആൻറ്റിയുടെ പേര് പറയൂ. അനിത ആണ്. ഓക്കെ, ആൻറ്റിയാണ് എല്ലാം ഹെൽപ്പ് ചെയ്തത്. ഷീ ഹാസ് എ സിസ്റ്റർ അല്ലേ, ഒരു മോളും കൂടെ ഉണ്ട്. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും എപ്പിസോഡ് എൻജോയ് ചെയ്തു ഞാൻ വിചാരിക്കുന്നു. ഇത് ഞാൻ ടേസ്റ്റ് ചെയ്ത് ഇനി പറയേണ്ട ആവശ്യമില്ലല്ലോ, നേരത്തെ കണ്ടതല്ലേ നിങ്ങൾ എൻ്റെ ഡ്രാമ മുഴുവൻ. അപ്പം എന്തായാലും ഈ റേസിനും ഞാനിപ്പോൾ ട്രൈ ചെയ്യാൻ പോവാണ്. അടുത്ത ആഴ്ച ഇതേപോലെ ഒരു അടിപൊളി എപ്പിസോഡായിട്ട് സേറ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നു. ടേസ്റ്റ് ഓഫ് കേരളയിലൂടെ. ടിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം ഓൾ ഓഫ് us. Say bye. Bye.